നമസ്കാരം. 2025 അമേരിക്കയിലെ ഒറിഗൻ തീരത്തിനടുത്ത് കടലിനടിയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് സാധ്യത എന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഗവേഷകർ. ഒറിഗൺ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആക്സിയൽ സീമൗണ്ട് അഗ്നിപർവ്വതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്ത് ഏറ്റവും അധികം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെടുന്ന സമുദ്രാന്തര അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ആക്സിയൽ സീമൗണ്ട്. ഒറിഗൺ തീരത്തെ കടലിനടിയിലുള്ള ആക്സിയൽ സീമൗണ്ട് അഗ്നിപർവ്വതത്തിലെ ഗ്രൗണ്ട് ഡിഫോർമേഷൻ, ഉയർന്ന ഭൂകമ്പ പ്രവർത്തനം, ഉപരിതല മാഗ്ന പ്രവാഹം എന്നിവയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരമാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ്. വരും വർഷം തന്നെ, അതായത് 2025 ഈ സമുദ്രാന്തര അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിഗമനങ്ങൾ അമേരിക്കൻ ജിയോഗ്രഫിക്കൽ യൂണിയൻ സമ്മേളനത്തിൽ ഗവേഷകർ അവതരിപ്പിച്ചിരുന്നു. ജനവാസ മേഖലകളെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതമാണ് എന്നതിനാൽ വലിയ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പ്രവചിക്കുന്നതിലെ നാഴികക്കല്ലാകും ആക്സിയൽ സീമൗണ്ടിലെ പഠനമെന്നാണ് അനുമാനം. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഏറ്റവും കൃത്യമായി പ്രവചിക്കാനുള്ള സാധ്യതയാണ് ആക്സിയൽ സീമൗണ്ട് പഠനത്തിലൂടെ ഗവേഷകർ കാണുന്നത്. കടലിന്റെ ഉപരിതലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ഉപകരണങ്ങളിലെ വിവരങ്ങൾ വിശകലനം ചെയ്താണ് ഗവേഷകർ പ്രവചനം നടത്തിയിട്ടുള്ളത്. ആക്സിയൽ സീമൗണ്ടിൽ 2015 പൊട്ടിത്തെറിക്ക് മുമ്പുണ്ടായ അതേ സൂചനകൾ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടതായാണ് ഗവേഷകർ നിരീക്ഷിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമുദ്രാന്തര ഷീൽഡ് അഗ്നിപർവ്വതമാണ് ആക്സിയൽ സീമൗണ്ട്. ഒറിഗണിലെ കാനോൻ ബീച്ചിൽ നിന്ന് 480 കിലോമീറ്റർ അകലെയാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. 1000 മീറ്ററിലധികമാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉയരം. 2015 ഈ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചത്. ടോങ്കോയുടെ തീരത്തിനടുത്ത് സമുദ്രാന്തര ഭാഗത്ത് നടന്ന അഗ്നിപർവ്വത സ്ഫോടനം അതിഭീകരമായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. 1000 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമാണത്രേ ഇത്രയും ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുക. ബഹിരാകാശത്തു നിന്ന് പോലും ഈ സ്ഫോടനം ദൃശ്യമായി എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ വലിപ്പവും ഭീകരതയും വ്യക്തമാവുന്നത്. സ്ഫോടനത്തെ തുടർന്നുണ്ടായ റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ ഭൂചലനം സുനാമിക്ക് കാരണമായിരുന്നു. പസഫിക് സമുദ്രത്തിലെ ടോങ്കോ ദ്വീപിനെ മുഴുവൻ ചാരം കൊണ്ട് മൂടുകയും ചെയ്തു. അമേരിക്കയിൽ കാലിഫോർണിയയിൽ തീരത്ത് 4 അടി വരെ ഉയരത്തിൽ തിരമാലകൾ കാണപ്പെട്ടിരുന്നു. ഒറിഗൺ, വാഷിംഗ്ടൺ, കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ, അലാസ്ക എന്നിവയുടെ തീരങ്ങളിലും സുനാമി മൂലമുണ്ടായ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബഹിരാകാശത്ത് നിന്നും ഈ സ്ഫോടനത്തിന്റെ ചിത്രം ഉപഗ്രഹങ്ങളിലെ ക്യാമറകൾ ഒപ്പിയെടുത്തിരുന്നു. കർശനമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. നിരവധി പേർ കൂറ്റൻ തിരമാലകൾ കാണാനായി കടൽ തീരങ്ങളിലും തടിച്ചുകൂടിയിരുന്നു. അന്താരാഷ്ട്ര സഹായം ടോങ്കോയിൽ എത്തിക്കുന്നതും അതീവ സങ്കീർണമായ ഒരു കാര്യമായിരുന്നു. അന്ന് ലോകത്ത് കോവിഡ് വ്യാപിക്കാത്ത അപൂർവ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ടോങ്കോ. അതുകൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നവരും മറ്റും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായി വന്നിരുന്നു. ജപ്പാനിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലെയും ഈ സുനാമിയുടെ പ്രഭാവം അനുഭവപ്പെട്ടിരുന്നു.